സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തോടുള്ള അവഗണനയിൽ മോദി സർക്കാരിന് കനത്ത തിരിച്ചടി. കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം. കേന്ദ്രത്തിന്റെ നിലപാട് നാളെ രാവിലെ 10:30 അറിയിക്കണം. കേരളത്തിന് 5000 കോടി ഏപ്രിൽ 1 നൽകാമെന്ന് കേന്ദ്രം. കേരളം പറഞ്ഞതെല്ലാം സത്യമെന്ന് തെളിഞ്ഞതായി ധനമന്ത്രി KN ബാലഗോപാൽ. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. CAA നടപ്പാക്കാൻ ശ്രമിക്കുന്നതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം നേടാനാണ് BJPയും RSSും ശ്രമിക്കുന്നതെന്ന് CPIM. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് EP ജയരാജൻ. നിയമത്തിനെതിരെ ഡിവൈഎഫ്ഐയും മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. നിയമം കേരളത്തിലും നടപ്പാക്കുമെന്ന് K സുരേന്ദ്രൻ. പൗരത്വ രജിസ്റ്റർ പോർട്ടൽ തയ്യാറാക്കി കേന്ദ്ര സർക്കാർ. വവ്വാലുകളിൽ വീണ്ടും നിപ്പ സാന്നിധ്യം സ്ഥിരീകരിച്ച് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട്. വൈറസ് സാന്നിധ്യം കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ. BJP JJP സഖ്യത്തിലെ ഭിന്നതയെ തുടർന്ന് ഹരിയാനയിൽ പുതിയ മുഖ്യമന്ത്രി. നായബ് സിംഗ് സൈനി മുഖ്യമന്ത്രി. മനോഹർ ലാൽ ഖട്ടാർ ലോക്സഭയിലേക്ക് മത്സരിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 150 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. കഴിഞ്ഞ മാസം ആദ്യം 100 കോടി രൂപ നൽകിയിരുന്നു. ഇടതു സർക്കാർ ഇതുവരെ പദ്ധതിക്കായി നൽകിയത് 2695 കോടി രൂപ. UGCയെയും തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി നരേന്ദ്രമോദി സർക്കാർ. മോദിയുടെ പ്രസംഗം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്ന് സർവകലാശാലകൾക്ക് UGC നിർദ്ദേശം. നാളെ ഗുജറാത്തിലും അസമിലും മോദി നടത്തുന്ന പ്രസംഗങ്ങളാണ് പ്രദർശിപ്പിക്കേണ്ടത്. ഇടുക്കിയിലെ വനമേഖലകളിൽ കൂടുതൽ AI ക്യാമറകൾ സ്ഥാപിക്കും. പടയപ്പയെ നിരീക്ഷിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും സർവകക്ഷി യോഗത്തിൽ തീരുമാനം. നഷ്ടപരിഹാരം വേഗത്തിൽ നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പൗരത്വ ഭേദഗതിക്കെതിരെ ദില്ലി സർവകലാശാലയിൽ പ്രതിഷേധം. MSFും SIOയുമാണ് പ്രതിഷേധം നടത്തിയത്. ക്യാമ്പസിനകത്ത് കയറി വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് ദില്ലി പോലീസ്. പോലീസും സെക്യൂരിറ്റി ജീവനക്കാരും ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയതെന്ന് വിദ്യാർത്ഥികൾ. പോലീസ് നായ കല്യാണിയുടെ മരണത്തിലെ ദുരൂഹത നീങ്ങി. നായ ചത്തത് വിഷം ഉള്ളിൽ ചെന്നിട്ടല്ലെന്ന് രാസപരിശോധനാ റിപ്പോർട്ട്. മരണകാരണം സെപ്റ്റിക് ഹെമറേജ് എന്ന് പ്രാഥമിക വിവരം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന പാർലമെന്ററി ജനാധിപത്യം ഇന്ന് അത്യന്തം ദയനീയമായ അവസ്ഥയിലാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. സർക്കാർ പാർലമെന്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണമെന്ന അടിസ്ഥാന തത്വം അട്ടിമറിച്ച് പാർലമെന്റിൽ റിപ്പോർട്ടിംഗ് പോലും നടക്കുന്നില്ലെന്നും ബ്രിട്ടാസ്. ഇടുക്കി ജില്ലയിലെ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അനുബന്ധ കാര്യങ്ങളും ചർച്ചയായി. പൊള്ളുന്ന ചൂടിലും പ്രചാരണം ശക്തമാക്കി ഇടതു സ്ഥാനാർത്ഥികൾ. തെക്കൻ കേരളത്തിൽ റോഡ് ഷോ നടത്തിയും വോട്ടർമാരെ നേരിൽ കണ്ടും LDF സ്ഥാനാർത്ഥികൾ വോട്ട് തേടി.
മലബാറിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പര്യടനം പുരോഗമിക്കുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം വി ജയരാജന് ഇന്ന് പ്രചാരണമില്ലായിരുന്നു. കനത്ത ചൂടിലും പ്രചാരണത്തിൽ സജീവമാണ് മധ്യകേരളത്തിലെ സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമെത്തി വോട്ടർമാരെ കാണുന്ന തിരക്കിൽ LDF, UDF സ്ഥാനാർത്ഥികൾ. UDFും BJPയും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അന്തസ്സ് കാണിക്കണമെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി M. മുകേഷ്. തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളിലും വ്യക്തിഹത്യയിലുമാണ് മുകേഷിന്റെ പ്രതികരണം. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. മരിച്ചത് പന്തലൂർ കടമ്പോട്ട് സ്വദേശി മൊയ്തീൻകുട്ടി ആലുങ്ങൽ. ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട കാട്ടാന തകർത്തു. ചക്കക്കൊമ്പനാണ് കട തകർത്തതെന്ന് പ്രദേശവാസികൾ. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അവധിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകം ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. പാഠപുസ്തകങ്ങളുടെ സംസ്ഥാനതല വിതരണം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി വി. ശിവൻകുട്ടി. ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയ ഉപയോഗം തടയാൻ മാർഗരേഖ പുറത്തിറക്കി കേരളം. രാജ്യത്ത് ആദ്യമായാണ് സംസ്ഥാനതല ആന്റിബയോഗ്രാമും ജില്ലാതല ആന്റിബയോഗ്രാമും പുറത്തിറക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജ്യൂസ് കടകൾ കേന്ദ്രീകരിച്ചും കുപ്പിവെള്ളം വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടന്നു. കോതമംഗലത്ത് മൃതദേഹം തട്ടിയെടുത്ത് പ്രതിഷേധിച്ച് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മോർച്ചറിയിൽ നിന്നും സമ്മതമില്ലാതെയല്ലേ മൃതദേഹം എടുത്തതെന്നും രാഷ്ട്രീയ നേട്ടത്തിനല്ലേ മൃതദേഹവുമായി പ്രതിഷേധിച്ചതെന്നും കോടതി. തുടക്കം മുതൽ സിനിമ കാണാൻ അവസരം നിഷേധിച്ചതിന് തിയേറ്റർ ഉടമ പരാതിക്കാർക്ക് 50,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധി. പെരിന്തൽമണ്ണ പ്ലാസ തിയേറ്ററിനെതിരെ ഏലംകുളം സ്വദേശികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോതമംഗലത്ത് മ്ലാവിടിച്ച് ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. മാമലക്കണ്ടം സ്വദേശി വിജിലാണ് മരിച്ചത്. CPIM ബ്രാഞ്ച് സെക്രട്ടറിയും മാമലക്കണ്ടം ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് വിജിൽ. ജനങ്ങളെ വിഭജിക്കാനുള്ള പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ DYFI പേരാമ്പ്ര ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ഹൈവേ ഉപരോധിച്ചു. മാർച്ച് DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MM ജിജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം CK രൂപേഷ് അധ്യക്ഷത വഹിച്ചു. വിശ്വാസത്തിന്റെ പുണ്യവുമായി ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. സംസ്ഥാനത്ത് റംസാൻ നോമ്പ് തുടങ്ങി. രാജ്യത്തെ മതരാഷ്ട്രവൽക്കരിക്കുന്നതിനെതിരായ ജനങ്ങളുടെ പ്രതിരോധം ഉയർന്നു വന്നിട്ടുണ്ടെന്ന് BJPക്ക് നന്നായി അറിയാമെന്ന് CPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബാലൻ മാസ്റ്റർ. LDF ബേപ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ AG's ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. വനം നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്ത് ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. മാതൃകയായി ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മഹാരാഷ്ട്ര ഘടകം. ലോക വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി മുംബൈയിൽ ദയനീയാവസ്ഥയിൽ കഴിയുന്ന മലയാളി പെൺകുട്ടിക്കും അമ്മയ്ക്കും സഹായഹസ്തവുമായി എത്തുകയായിരുന്നു ഇവർ. സിസ്റ്റൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നേതൃത്വത്തിൽ റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. കമ്പനിയുടെ ഭാഗമായ അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. കിണറ്റിൽ വീണ ബൈക്ക് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. നാഗർകോവിൽ മൈലാടിയിലാണ് സംഭവം. ഇഷ്ടിക നിർമ്മാണ തൊഴിലാളി ശ്രീലിംഗം, സുഹൃത്ത് ശെൽവൻ എന്നിവരാണ് മരിച്ചത്. ആയിരം കൊല്ലിയിൽ നിന്ന് ആടുകളെ മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. 2ാം പ്രതിയായ അമ്പലവയൽ സ്വദേശി അച്ചു അഷ്റഫാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കൊല്ലക്കടവ് ഭാഗത്ത് വീടുകൾ കയറി അക്രമം നടത്തിയ പ്രതികൾ പിടിയിൽ. ചെറിയനാട് സ്വദേശികളായ ആദർശ്, അച്ചൂട്ടൻ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇടുക്കി മറയൂരിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് പരിക്ക്. പള്ളനാട് മംഗളംപാറ സ്വദേശി തങ്കത്തിനാണ് പരിക്കേറ്റത്. കൃഷിയിടത്തിലേക്ക് വെള്ളമെടുക്കാൻ പോയപ്പോഴായിരുന്നു കാട്ടുപോത്ത് ആക്രമിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 21 ലക്ഷം രൂപയുടെ സ്വർണവുമായി യുവാവ് പിടിയിൽ. ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരനെയാണ് കസ്റ്റംസ് പിടികൂടിയത്. വിവിധ പാത്രങ്ങളിലും ടിന്നുകളിലുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. തൃശൂർ പാലപ്പള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി പശുവിനെ കൊന്നു. കുണ്ടായി കൊല്ലേരി വീട്ടിൽ കുഞ്ഞു മുഹമ്മദിന്റെ പശുവിനെയാണ് പുലി കൊന്നത്. 2 ആഴ്ച മുൻപ് പുലിയുടെ ആക്രമണത്തിൽ ഇതേ പശുവിന് പരിക്കേറ്റിരുന്നു. പൗരത്വ നിയമ ഭേദഗതി നിയമത്തിൽ നിലപാട് അറിയിച്ച് നടൻ കമൽഹാസൻ. BJPയുടെ ഹീനമായ പദ്ധതികളുടെ തെളിവാണ് CAA എന്ന് കമൽഹാസൻ. മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ മറുപടി ലഭിക്കുമെന്നും കമൽഹാസൻ. ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി നീട്ടി. 2024 ജൂൺ 14 വരെ സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാം. മാർച്ച് 14 വരെയായിരുന്നു സമയപരിധി. പരിശീലന പറക്കലിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണത് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ. പൈലറ്റ് സുരക്ഷിതൻ. അന്വേഷണത്തിന് ഉത്തരവിട്ട് വ്യോമസേന. സ്വന്തം കിഡ്നി വിൽക്കാനായി ഓൺലൈനിൽ ആളെ തേടിയ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് 6 ലക്ഷം രൂപ നഷ്ടമായി. ബംഗളൂരുവിലാണ് സംഭവം. 6.2 ലക്ഷം രൂപയാണ് യുവാവിന് നഷ്ടമായത്. തട്ടിപ്പിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രശസ്ത തെലുങ്ക് ചലച്ചിത്ര സംവിധായകൻ സൂര്യകിരൺ അന്തരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ചെന്നൈയിലായിരുന്നു അന്ത്യം. 3Dയിൽ ചിത്രീകരിച്ച ആദ്യ ഇന്ത്യൻ ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ബാലതാരങ്ങളിൽ ഒരാളായിരുന്നു സൂര്യകിരൺ. ബേപ്പൂരിൽ ഒരാൾക്ക് 3 വോട്ടർ ID കാർഡ് കണ്ടെത്തിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ് സസ്പെൻഷന് നിർദ്ദേശം നൽകിയത്. സർക്കാർ രേഖകളിൽ ഇനി മുതൽ കുട്ടിയുടെ പേരിനൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കി.
മഹാരാഷ്ട്ര സർക്കാർ. 2024 മെയ് 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. റവന്യൂ വിദ്യാഭ്യാസ രേഖകളിൽ ഇനി മുതൽ ഒരു വ്യക്തിയുടെ പേരിനൊപ്പം അമ്മയുടെ പേരും ചേർക്കണം. ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങി 4 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. സംഭവം തമിഴ്നാട്ട് ചെങ്കൽപ്പേട്ടിൽ. വീണ വിദ്യാർത്ഥികളുടെ ദേഹത്തുകൂടെ ലോറി കയറിയിറങ്ങുകയായിരുന്നു. ഗുജറാത്ത് തീരത്ത് വൻ ലഹരിവേട്ട. 450 കോടിയുടെ മയക്കുമരുന്നുമായി 6 പാക് പൗരന്മാർ അറസ്റ്റിൽ. ഇവർ പിടിയിലായത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ. ലഡാക്കിലും ഹിമാചൽ പ്രദേശിലും ജിയോ തെർമൽ എനർജി ടാപ്പ് ചെയ്യുന്നതിന് ഇന്ത്യയും അയർലൻഡും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അയർലൻഡ് വിദേശകാര്യമന്ത്രി ബിജാർണി ബെൻഡിക്സൺ. ജിയോ തെർമൽ സാധ്യതകൾ പര്യവേഷണം ചെയ്യുകയാണെന്നും ബെനഡിക്സൺ. ലണ്ടനിലെ അഹമ്മദിയ കമ്മ്യൂണിറ്റി സമാധാനം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് സിംബോസിയം സംഘടിപ്പിച്ചു. ലോകത്തിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ വിവേചന നയങ്ങൾക്കെതിരെ പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ റാലി നടത്തി. കരാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു റാലി. കസാക്കിസ്ഥാനിലെ ആറൽ കടൽ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇന്റർനാഷണൽ ഫണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർപേഴ്സൺ അസ്കത്ത് ഒറാസ്ബെ. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ, കുറയുന്ന ജലസ്രോതസ്സുകൾ, മരുഭൂമികളുടെ വികാസം എന്നിവ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ഒറാസ്ബെ. സംഘർഷം രൂക്ഷമായ ഗാസയിൽ 6 ആഴ്ച വെടിനിർത്തലിന് ശ്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഗാസയിൽ കൂട്ടക്കൊല തുടരുന്ന സാഹചര്യത്തിലാണ് ബൈഡന്റെ പ്രസ്താവന. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിലെ കൃത്രിമത്വത്തിനെതിരെ രാജ്യവ്യാപകമായി സമാധാനപരമായ പ്രതിഷേധം നടത്തണമെന്ന PTI നേതാവ് ഉമർ അയ്യൂബ്. രാജ്യത്തിന്റെ ഈ ജനവിധി മോഷ്ടിക്കപ്പെട്ടതാണെന്നും അയ്യൂബ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ പരിശീലന സ്ക്വാഡ്രോൺ മൗറീഷ്യസിലെ പോർട്ട് ലൂയിസിലെത്തി. 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിൽ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് PTI ചെയർമാൻ ബാരിസ്റ്റൻ ഗോഹർ അലിഖാൻ കോടതിയെ സമീപിച്ചു. ഇമ്രാൻഖാന് തന്റെ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ നേരത്തെ തന്നെ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. യാത്രയ്ക്കിടെ ആകാശ ചുഴിയിൽപ്പെട്ട് വിമാനം അപകടത്തിൽപ്പെട്ടു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്ന് ഓക്ലൻഡിലേക്കുള്ള ബോയിംഗ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 50 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. സൗദിയിൽ ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച 23,040 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം. രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 1275 പേരും പിടിയിലായി. ഒമാനിൽ നൂതന ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രീപെയ്ഡ് വാട്ടർ മീറ്റർ സേവനം ആരംഭിക്കുമെന്ന് നാമ വാട്ടർ സർവീസസ് കമ്പനി. മസ്കറ്റ് ഗവർണറേറ്റിലായിരിക്കും അത്യാധുനിക മീറ്ററുകൾ ആദ്യം സ്ഥാപിക്കുക. ദുബായ് ഓർമ്മ തയ്യാറാക്കിയ ഭൂതങ്ങൾ എന്ന നാടകം 2024 മഹേന്ദ്ര എക്സലൻസ് ഇൻ തിയേറ്റർ അവാർഡ്സിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മാർച്ച് 16 ശ്രീറാം സെന്റർ
ന്യൂഡൽഹിയിൽ വെച്ചാണ് നാടകത്തിന്റെ അവതരണം. പ്രമുഖ വ്യാപാര ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാനിലെ 8ാമത് ബ്രാഞ്ച് തുറന്നു. ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രയിലാണ് ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. കുവൈറ്റിൽ ലോട്ടസ് ടൂർസ് ആൻഡ് ട്രാവൽ കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. സൊഹാഹിൽ ഖാൻ ബിൽഡിംഗിൽ ആണ് സ്ഥാപനം ആരംഭിച്ചത്. റാഷാദ് നാസർ അൽ ഹാജിരി കമ്പനിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വതന്ത്ര സാംസ്കാരിക കൂട്ടായ്മയായ റിയാദിലെ ചില്ല സർഗവേദിയുടെ ദശവാർഷികം സംഘടിപ്പിച്ചു. കവിയും സാംസ്കാരിക പ്രഭാഷകനുമായ PN ഗോപികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് സൗദി റിയാദിലെ ക്യാൻറ്റീൻ റെസ്റ്റോറന്റ് പാചക മത്സരം സംഘടിപ്പിച്ചു. സ്നാക്സ് ക്വീൻ എന്ന പേരിലാണ് ലുലു മാളിലെ ഫുഡ് കോർട്ടിൽ നടന്ന പരിപാടിയിൽ 14ഓളം വനിതകൾ പങ്കെടുത്തു. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഷമീർ കൊടിയത്തൂർ പ്രസിഡന്റായും റഷീദ് മാളിയേക്കൽ ജനറൽ സെക്രട്ടറിയായും ചുമതലയേറ്റു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു.